ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പം ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതിലേക്ക് 2 പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു സബോള, അത് കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ വേഗം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് നല്ല പഴുത്ത തക്കാളി തന്നെ, അത് ചെറിയൊരു തക്കാളി മതി കേട്ടോ, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് വരണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാനായിട്ട് പച്ച തക്കാളി എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പുളിപ്പുണ്ടാവും. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടി കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച ചോയൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ, അത് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഈ മസാലയും ഉരുളക്കിഴങ്ങും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാനിപ്പോൾ ഇത് വിസിലടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നാളികേരത്തിൽ കുറച്ച് പെരുംജീരകം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടത്, ഭയങ്കര കട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എന്നാലും നല്ല നമ്മുടെ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇന്ന് പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി കടയിൽ നിന്ന് മേടിപ്പിച്ചതാണ്, പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് ഞാനിപ്പോൾ തൃശ്ശൂർക്ക് പോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, പിന്നെ സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കായ കാരണമാണ് ഞാൻ വേറെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചോറൊക്കെ തിളച്ച് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയി വന്ന്, അപ്പോൾ വരുന്ന സമയത്ത് ഉമ്മ ഉണ്ടായിട്ടിരുന്നത് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഉമ്മ വരുമ്പോൾ ഇത് ഉണ്ണികൾക്ക് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ച് കൊണ്ടുവരിക ചെയ്തത്, ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മിഠായി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഴിച്ചതിൻ്റെ ഉള്ളിലൊരു കപ്പലണ്ടിയൊക്കെ ആയിട്ടുള്ള മിഠായിയാണ് കേട്ടോ. അതുപോലെ ജീരമിഠായിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വൈകുന്നേരം ആയപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചോറ് ഉച്ചയ്ക്ക് തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നും റെഡിയാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മാന്തളം ഞാനിപ്പോൾ മിളകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. വൈകുന്നേരമാണ് കേട്ടോ ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.